ഓക്കെ, നമ്മൾ 74ാമത്തെ ക്വസ്റ്റ്യൻ വരെ ചെയ്തത് 15 മീറ്റർ നീളമുള്ള ഒരു ഏണി ഭിത്തിയിൽ ചാരി വെച്ചിരിക്കുന്നു. ഏണിയുടെ ചുവട് ഭിത്തിയിൽ നിന്നും 9 മീറ്റർ അകലെയാണ് എങ്കിൽ ഏണിയുടെ മുകളറ്റം നിലത്ത് നിന്ന് എത്ര ഉയരത്തിലാണ്? നമ്മളത് പൈതഗോറസ് തിയറം വെച്ചുകൊണ്ട് നമ്മൾ 12 മീറ്റർ എന്ന് കണ്ടുപിടിച്ചിരുന്നു. അവിടെ വരെയായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 0.0015 എന്നതിനെ ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാൽ 15 കിട്ടും? എന്താണ് പറയുന്നത്? 0.0015നെ ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടും? 15 കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? നമുക്കറിയാം ഈ ഒരു സംഖ്യേനെ നമ്മൾ പോസിറ്റീവാക്കി എടുക്കും. അതായത് ഇവിടെ നമ്മൾ ഡെസിമൽ സ്ഥാനങ്ങൾ നോക്കുവാണെങ്കിൽ 1, 2, 3, 4, 5 എണ്ണം അല്ലേ? 5 ഡെസിമൽ പ്ലേസ് ഉള്ള ഏത് നമ്പർ ഇട്ടാൽ നമുക്ക് പോസിറ്റീവാക്കിയുള്ള 15 ആക്കി എടുക്കാമെന്ന് നോക്കിയാൽ മതി. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്കറിയാം 0.0015 ഡിവൈഡഡ് ബൈ എക്സ് ചെയ്താൽ എത്ര കിട്ടണം? 15 നമുക്ക് കിട്ടേണ്ടത്. അപ്പം എങ്ങനെ മാറും നമ്മുടെ ക്വസ്റ്റ്യൻ? നമുക്ക് ഇവിടെയുള്ള ദശാംശം അല്ലെങ്കിൽ ഇവിടെയുള്ള ഡെസിമൽ മാറ്റുവാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അംശവും ഛേദവും മുകളിലുള്ള വാല്യൂ എത്രയാണ് നോക്കണം. 1, 2, 3, 4, 5 അല്ലേ? 5 ആകുമ്പം 10,000 അല്ലെങ്കിൽ നമ്മുടെ ഡെസിമൽ പ്ലേസ് പോസിറ്റീവ് ആക്കാനായിട്ട് ഇവന്മാരെ 0.0015 പോസിറ്റീവ് ആക്കാനായിട്ട് നമ്മൾ എത്ര കൊണ്ട് ഗുണിക്കണം? നമ്മൾ അംശവും ഛേദവും നമ്മൾ 1, 10, 100, 10,000 കൊണ്ട് ഗുണിക്കണം. 10,000 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര ഉത്തരം കിട്ടും? നോക്കി, 0.0015 ഡിവൈഡഡ് ബൈ എക്സ് ഈസിക്കൽ ടു 15. അപ്പോൾ നമുക്ക് കിട്ടും എന്താണ്? എക്സ് ഈസിക്കൽ ടു 0.0015 ഡിവൈഡ് ബൈ 15 ഇല്ലേ? നമുക്ക് ഈ ഉള്ള ഡെസിമൽ പ്ലേസിലുള്ള എന്തിനെ മാറ്റണം? ദശാംശ സ്ഥാനത്തെ മാറ്റണം. അതിന് വേണ്ടി മുകളിലും താഴെയും നമ്മൾ 10,000 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഒന്ന് ഗുണിച്ച് നോക്കി. ഇവിടെ ഇൻറ്റു 1, 10, 100, 1000, 10,000 വരുമ്പോൾ ഇവിടെ 1, 10, 100, 1000, 10,000 വന്നു. അതേപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യണം? 10,000 ഗുണിക്കണം. 1, 10, 100, 1000, 10,000 വന്നു. അപ്പോൾ മുകളിലത്തെ വാല്യൂ എത്രയായിട്ട് മാറി? 15 ഭാഗം 1, 10, 100, 1000, 15,000 എന്ന് പറയുമ്പോൾ 15 ലക്ഷം വന്നല്ലേ? 1, 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം. അപ്പം 15 ഡിവൈഡ് ബൈ എത്ര വന്നു? 15 ലക്ഷം വന്നു. ഇനി നോക്കിയേ, മുകളിൽ 15 താഴെ 15 കണ്ടോ? മുകളിലും 15 താഴെയും 15. അപ്പോൾ നമുക്ക് കിട്ടും എത്രയുണ്ട്? 1/1, 10, 100, 1000, 10,000, ലക്ഷം. ഇതാണ് നമ്മുടെ ആൻസർ വേണ്ടത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. എന്തെടുത്താൽ മതി? മുകളിലും താഴെയും നമ്മുടെ 10,000 കൊണ്ട് ഗുണിച്ചെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും ഓപ്ഷൻ എ. അപ്പം മുകളിലുള്ള താഴെയുള്ള നമ്പേഴ്സ് തമ്മിൽ വെട്ടിപ്പോകും. അപ്പം നമുക്ക് സിമ്പിളായിട്ട് ഉത്തരം കിട്ടും 1/1, 10, 100, 1000, 10,000, ലക്ഷം എന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് എത്തുവാനായിട്ട് സാധിക്കും. ഓക്കെ, വളരെ എളുപ്പം രീതിയിൽ നമുക്ക് ഇവയെ കണ്ടുപിടിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ 7 സെൻറ്റിമീറ്റർ, 25 സെൻറ്റിമീറ്റർ, 24 സെൻറ്റിമീറ്റർ ആയാൽ അതിൻ്റെ പരപ്പളവ് എത്ര? നമുക്കൊരു ത്രികോണമുണ്ട്. ആ ത്രികോണത്തിൻ്റെ വശങ്ങൾ നമുക്ക് 7 സെൻറ്റിമീറ്റർ ഉണ്ട്, 25 സെൻറ്റിമീറ്റർ ഉണ്ട്, 24 സെൻറ്റിമീറ്റർ ഉണ്ട്. അതിൻ്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? നമുക്കറിയാം ഇതാണ് നമ്മുടെ ത്രികോണമെന്നിരിക്കട്ടെ. യെസ്, ഇതാണ് നമ്മുടെ ത്രികോണമെന്നിരിക്കട്ടെ. ഇത് നമ്മുടെ ത്രികോണമാണെങ്കിൽ ചുമ്മാ വരച്ചോ കേട്ടോ. ഇത് നമ്മുടെ ത്രികോണമാണെങ്കിൽ ഇവിടെ നമുക്ക് 7 ഉണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് 7 ഉണ്ട്, ഇവിടെ നമുക്ക് 24 ഉണ്ട്, ഇവിടെ നമുക്ക് 25 ഉണ്ട്. ഇതിൻ്റെ പരപ്പളവ് അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം. നമുക്കറിയാം 7, 24, 25 എന്ന് പറയുന്ന ഒരു നമ്പർ നമ്മുടെ ഒരു ട്രിപ്പിൾസിനകത്ത് വരുന്ന, അതായത് നമ്മുടെ പൈതഗോറിയൻ ട്രിപ്പിൾസിനകത്ത് വരുന്ന
അതായത് 7, 74, 25 എന്നീ വശങ്ങളുള്ള ത്രികോണം പൈതഗോറസ് സിദ്ധാന്തം അനുസരിച്ച് ഇതൊരു മട്ട ത്രികോണമായിരിക്കും. ഇതൊരു മട്ട ത്രികോണത്തിലായിരിക്കും ഈ ഒരു എന്താണ് ട്രയാങ്കിൾ നിൽക്കുന്നത്. അപ്പോൾ എന്താണ് ഇത് മട്ട ത്രികോണം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇക്വേഷൻ എങ്ങനെ മാറും? കർണം സ്ക്വയർ ഈസിക്കൽ ടു എന്നാ പറയണം? പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ അല്ലേ? പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അപ്പം നമുക്കറിയാം കർണം എത്രയാണ് ഇവിടെ? കർണം ഏറ്റവും നീളം കൂടിയുള്ളവൻ 25ൻ്റെ സ്ക്വയർ ഈസിക്കൽ ടു പാദം എത്രയാണുള്ളത് ഇവിടെ? നമ്മുടെ 7 25 എന്ത് വേണം കൊടുക്കാം? പാദം എന്ന് വെച്ചാൽ 24ൻ്റെ സ്ക്വയർ പ്ലസ് ലംബം നേരെ പോകുന്നത് 7ൻ്റെ സ്ക്വയർ. അപ്പോൾ നോക്കിയേ 25ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 625 അല്ലേ? 625 ഈസിക്കൽ ടു 24ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പം 576 പ്ലസ് 7ൻ്റെ സ്ക്വയർ 49. ഇനി നമുക്കറിയാം ഒരു മട്ട ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്ക് ഹാഫ് ബി എച്ച് അല്ലേ? ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഈസിക്കൽ ടു എന്താണ്? ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഈസിക്കൽ ടു ഹാഫ് ബി എച്ച് ആണ്. അപ്പോൾ നോക്കിയേ ഹാഫ് ഇൻറ്റു ബേസ് ലെന്ത്. ഇവിടെ ബേസ് എത്രയുള്ളത്? 24 ഇൻറ്റു ഹൈറ്റ് എത്രയുണ്ട്? ഉന്നതി 7. വെട്ടിക്കളഞ്ഞാൽ ഇവിടെ 12 വരും. 12 ഇൻറ്റു 7 എത്രയാണ്? 12 ഇൻറ്റു 7 12 ഇൻറ്റു 7 നോക്കാം. 7 7 14 4 ഇഷ്ടം 1 7 7 7 1 8 84 സെൻറ്റിമീറ്റർ സ്ക്വയർ. നമുക്ക് 7 കിട്ടി 84 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഓർത്തിരിക്കണം ഇത് ഏത് ട്രിപ്പിൾസ് വരെ അല്ലെങ്കിൽ ഏത് തിയറി വരെ വന്നതാണെന്ന് ഓർത്തിരിക്കണം. എന്നിട്ട് വേണം ചെയ്യാൻ കേട്ടോ. ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഈസിക്കൽ ടു ഹാഫ് ബി എച്ച് ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി 7 24 25 എന്നിങ്ങനെയുള്ള സംഖ്യ ഏതാണ്? നമ്മുടെ പൈതഗോറസ് സിദ്ധാന്തം അനുസരിച്ച് കർണം സ്ക്വയർ പ്ലസ് ഈസിക്കൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബ സ്ക്വയർ ആണ്. അത് തെളിയിച്ചതാണ് ഇവിടെ വരെ കേട്ടോ. ഇത് നമുക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല പരീക്ഷ വെച്ചുകൊണ്ട്. ഇത് 625 കിട്ടാണ്ട് 576 49 കൂട്ടിയാൽ നമുക്ക് 625 കിട്ടും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊരു പൈതഗോറൻ ട്രിപ്പിൾസ് ആണ് അല്ലെങ്കിൽ ഒരു പൈതഗോറസ് തിയറം അനുസരിച്ചുള്ള മട്ടത്രികോണമാണെന്ന് കിട്ടും. ആ ഒരു തിയറി വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ബേസും ഹൈറ്റും അല്ലെങ്കിൽ ഇതിൻ്റെ പാദവും അതുപോലെ ലംബവും എടുത്തുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തൊരു ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഈസിക്കൽ ടു ഹാഫ് ബി എച്ച് എന്നറിയാം. അപ്പോൾ ഹാഫ് ഇൻറ്റു ഇവിടെ ബേസ് ലെന്ത് വരേണ്ടത് 24 ഹൈറ്റ് വരേണ്ടത് 7. അപ്പോൾ എങ്ങനെ മാറും? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് വരുമ്പോൾ 12 ഗുണം 7 ചെയ്യണം. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും എത്രയാണ്? 84 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഇവിടെ വരേണ്ട ആൻസർ എത്രയാണ്? 84 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓപ്ഷൻ ഡിയിലുണ്ട് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഒരു രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങളുടെ തുക 11 ആണ്. നമുക്കൊരു രണ്ടക്ക സംഖ്യയുണ്ട്. ആ രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങളുടെ തുക 11 ആണ്. ഈ സംഖ്യയിലെ അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന സംഖ്യ ആദ്യത്തെ സംഖ്യയേക്കാൾ 27 കൂടുതലാണ്. സംഖ്യ ഏത്? എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമുക്കൊരു രണ്ടക്ക സംഖ്യയുണ്ട്. ആ രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങളുടെ തുക വരുന്നത് 11 ആണ്. ഈ സംഖ്യയിലെ അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന സംഖ്യ ആദ്യത്തെ സംഖ്യയേക്കാൾ 27 കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏതാണ് കണ്ടുപിടിക്കണം. ഓക്കെ, ഇതിന് നമുക്ക് ഓപ്ഷൻ വഴി നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. അതായത് നമ്മുടെ ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡോ അല്ലെങ്കിൽ നമ്മുടെ തോണ്ടയ്ക്ക് കണ്ടുപിടിച്ചാൽ ട്രയൽ ആൻഡ് മെത്തേഡോ വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ സമയപരായ സിദ്ധാന്തം വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അതായത് ഇവിടെ പറഞ്ഞനുസരിച്ച് രണ്ടക്ക സംഖ്യകൾ ഇവിടെ തന്നിരിക്കുന്നത് 38 ഉണ്ട്, 29 ഉണ്ട്, 47 ഉണ്ട്, 56 ഉണ്ട്. ഇവയിലെ അക്കങ്ങളുടെ തുക തമ്മിൽ കൂട്ടിയാൽ 11 കിട്ടണം. ഈ അക്കങ്ങൾ തമ്മിൽ മാറ്റിയാൽ തന്നിരിക്കുന്ന ഇപ്പോൾ 38നെ മാറ്റിയാൽ എത്ര കിട്ടും? 83 കിട്ടും. എന്നിട്ട് 83ൽ നിന്നും എത്ര കുറയ്ക്കണം? 38 കുറച്ചാൽ നമുക്ക് ആൻസർ 27 കിട്ടണമെന്നാണ് ഇരിക്കുന്നത്. അങ്ങനെ കിട്ടുകയില്ലേ നോക്കിയാൽ മതി, നമ്മുടെ തിയറം സാറ്റിസ്ഫൈ ആവും. ഇവിടെ നോക്കി ഒരു രണ്ടക്ക സംഖ്യ നമ്മൾ എടുക്കുക. ആദ്യം എടുത്ത രണ്ടക്ക സംഖ്യ ഓപ്ഷനിലെ എ ആണെന്ന് ഓർത്തുക. 38 നമ്മൾ എടുത്തത്. സംഖ്യകളുടെ തുക 11 ആണെന്ന് നോക്കുക. 8ഉം 3ഉം എത്ര കിട്ടും? 11 കിട്ടും. അത് ശരിയായി. പക്ഷേ ഇതിന് അക്കങ്ങൾ പരസ്പരം മാറ്റണം. മാറ്റിയാൽ 38നെ പരസ്പരം മാറ്റിയാൽ തന്നെ കിട്ടും 83 കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യണം? ഇത് ആദ്യത്തെ സംഖ്യകൾക്കാളും 27 കൂടുതലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? 83ൽ നിന്നും 38 കുറച്ച് നോക്കണം. അപ്പോൾ നോക്കി 3 നിന്ന് 8 പോകത്തില്ല, കടമെടുക്കണം. ഇവിടെ 7 ആയി, ഇവിടെ 13 ആയി. 13ൽ നിന്നും 8 പോയാൽ 5 വരും. ഇവിടെ 7ൽ നിന്ന് 3 പോയാൽ 4 വരും. അപ്പോൾ ഇത് ശരിയാകത്തില്ല. 27 വരേണ്ടത്. സോ 38 എടുക്കാൻ പറ്റത്തില്ല.
അടുത്ത ഓപ്ഷൻ 29 29 നമ്മുടെ സംഖ്യകളുടെ തുക 11 നോക്കണം. 9ഉം 2ഉം 11. ഇനി എന്ത് ചെയ്യണം? സംഖ്യകൾ തിരിച്ചിടണം. സംഖ്യ തിരിച്ചിടുമ്പോൾ 92 കിട്ടും. -29 ചെയ്യണം. ഇവിടെ 2ൽ നിന്ന് 9 പോകത്തില്ല, ഇവിടെ 8 സോ 12ൽ നിന്ന് 9 പോയാൽ 2 കിട്ടും. 8ൽ നിന്ന് 2 പോയാൽ 6 കിട്ടും. വീണ്ടും തെറ്റി. 27 കിട്ടണ്ടേ? സോ ഓപ്ഷൻ ബി അല്ല. അടുത്ത ക്വസ്റ്റ്യൻ 47 എടുക്കുവാണെങ്കിൽ, 47 എടുക്കുവാണെങ്കിൽ സംഖ്യകളുടെ തുക വരുമ്പോൾ 7ഉം 4ഉം എത്ര കിട്ടും? 11 കിട്ടും. 11 കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും സംഖ്യകളെ തമ്മിൽ മാറ്റണം അല്ലേ? 47നെ പരസ്പരം തിരിച്ചാൽ 74 ആവും. -47 ചെയ്യണം. നോക്കിയേ, 4ൽ നിന്ന് 7 പോകത്തില്ല, കടമെടുക്കണം. ഇവിടെ നമുക്ക് 6 ഇവിടെ 14 14ൽ നിന്നും 7 പോയാൽ 7 കിട്ടും. 6ൽ നിന്ന് 4 പോയാൽ 2 കിട്ടും. ഉണ്ടാവും. ആൻസർ ശരിയായി. കാരണം രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോഴുള്ള വാല്യൂ 11. അതേപോലെ തന്നെ ഈ സംഖ്യയിലെ അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന സംഖ്യ ആദ്യത്തെ സംഖ്യയേക്കാളും 27 കൂടുതലും. അപ്പം നോക്കി, 47 ആണെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു തിയറി ഫോം അപ്പ് ചെയ്യത്തുള്ളൂ. ഓർത്തിരിക്കണം. അപ്പോൾ ഓർക്കുക, എന്താണ് നമ്മുടെ ഈ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ നമുക്ക് ഓപ്ഷണൽ എലിമിനേഷൻ മെത്തേഡോ അല്ലെങ്കിൽ നമുക്ക് ട്രയൽ ആൻഡ് മെത്തേഡോ ചൂസ് ചെയ്ത് പോകാം കേട്ടോ. ക്വസ്റ്റ്യൻ നോക്കുക, അതിനനുസരിച്ച് നമ്മൾ മൂവ് ഓൺ ചെയ്യുക എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കണം. 47 നമുക്ക് ആൻസർ കിട്ടേണ്ടത്. അക്കങ്ങളുടെ തുക എത്രയാണ്? അക്കങ്ങളുടെ തുക 11. അതേപോലെ തന്നെ ആദ്യത്തെ സംഖ്യകൾക്കാളും 27 കൂടുതലുമാണ്. അതായത് 47നെ തിരിച്ചിട്ടാൽ നമുക്ക് 74 കിട്ടും. 74ൽ നിന്നും 47 കുറയ്ക്കുവാണെങ്കിൽ നമുക്ക് 27 കിട്ടും. നമ്മുടെ ആൻസർ നമുക്ക് ഓക്കെ ആയി. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, സാധാരണ പലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ ഒരു തുക നിക്ഷേപിച്ചപ്പോൾ 2 വർഷത്തിന് ശേഷം 1392 രൂപയും 5 വർഷത്തിന് ശേഷമാണെങ്കിൽ 1680 രൂപയുമാണ് ലഭിക്കുന്നതെങ്കിൽ പലിശ നിരക്ക് എത്ര ശതമാനമാണ്? നമുക്കറിയാം, സാധാരണ പലിശ കണക്കാക്കുന്നത് നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റ് കണക്കാക്കുന്ന ഒരു ബാങ്കിൽ നമ്മളൊരു തുക നിക്ഷേപിച്ചു. ആ തുക നിക്ഷേപിച്ചപ്പോൾ നമുക്ക് 2 വർഷം കഴിഞ്ഞപ്പോൾ 1392 രൂപയാണ് എന്ത് കിട്ടിയത്? ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടിയത്. അത് 5 വർഷത്തിന് ശേഷം 1680 രൂപയാണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ പലിശ നിരക്ക് എത്ര ശതമാനമാണെന്ന് കണ്ടുപിടിക്കും. ഇവിടെ നമുക്ക് കൂട്ടുപലിശ കണക്കാക്കേണ്ട ആവശ്യമില്ല, കാരണം സാധാരണ പലിശ ആയതുകൊണ്ട് തന്നെ അത് നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റിലേക്ക് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സാധാരണ പലിശ എന്ന് പറഞ്ഞിരിക്കുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ മാത്രമേ നമ്മുടെ കൂട്ടുപലിശയുടെ കൂട്ടത്തിൽ കൂട്ടി നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഇവിടെ വേറെ സാധാരണ പലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ നമ്മളൊരു തുക കൊണ്ടിട്ടു. അപ്പോൾ നമുക്ക് 2 വർഷത്തിന് ശേഷം 1392 രൂപയും 5 വർഷത്തിന് ശേഷം 1680 രൂപയും കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇവർ കൊടുക്കുന്ന പലിശ നിരക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നമ്മൾ സാധാരണ നേരെ ചെയ്യുന്നതിന് നമുക്ക് തിരിച്ച് ചെയ്ത് പോയാൽ ഇതിൻ്റെ ഉത്തരം കിട്ടും. നോക്കി, 2 വർഷത്തിന് ശേഷം അല്ലേ, സ്റ്റെപ്പ് എഴുതി നോക്കാം. 2 വർഷത്തിന് ശേഷം ലഭിക്കുന്ന തുക അല്ലേ, ലഭിക്കുന്ന തുക എത്രയാണ്? ലഭിക്കുന്ന തുക എന്ന് പറയുന്നത് എത്രയാണ്? 1392 ആണ്. ഇനിയും അത് 5 വർഷത്തിന് ശേഷമാണെങ്കിലോ? 5 വർഷത്തിന് ശേഷമാണെങ്കിൽ ശേഷം ലഭിക്കുന്ന തുക എത്രയാണ്? 1680 ആണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ 3 വർഷത്തിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, കണ്ടോ? 2 വർഷം മുതൽ 5 വർഷം വരെ ലഭിക്കുന്ന തുകയും 2 വർഷം ലഭിക്കുന്ന തുകയും നമുക്കുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കുള്ളൊരു 3 വർഷം ഉണ്ടല്ലോ, 3, 4, 5. അപ്പോൾ ആ 3 വർഷം ലഭിക്കുന്ന തുക അല്ലെങ്കിൽ ആ വർഷം ലഭിക്കുന്ന പലിശ കണ്ടുപിടിക്കാൻ എടുക്കണം. 3 വർഷം ലഭിക്കുന്ന പലിശ എത്രയായിരിക്കും? നമുക്ക് 5 വർഷത്തെ പലിശയിൽ നിന്നും 2 വർഷത്തെ പലിശ കുറച്ചാൽ മതി അല്ലേ? 5 വർഷത്തെ പലിശ എത്രയാണ്? 1680 ആണ്. അവിടെ 2 വർഷത്തെ പലിശ 1392 ആണ്. അപ്പോൾ നമുക്കൊരു ഉത്തരം കിട്ടും. 1680 മൈനസ് 1392 കുറച്ചാൽ നമുക്ക് മനസ്സിലാവും. 0ൽ നിന്ന് 2 പോകത്തില്ല, കടമെടുക്കണം. ഇവിടെ 7 ആവും. 10ൽ നിന്ന് 2 പോയാൽ അല്ലേ 8 കിട്ടും. അടുത്തത് 7ൽ നിന്ന് 9 പോകത്തില്ല, കടമെടുക്കണം. ഇവിടെ 5 ആവും. 17ൽ നിന്നും 9 പോയാൽ 18 ആണ്. അപ്പോൾ എത്ര കിട്ടും? വീണ്ടും 8 കിട്ടും. അടുത്ത 5ൽ നിന്ന് 3 പോയാൽ 2 ആണ്. അപ്പം 3 വർഷം ശേഷം ലഭിക്കുന്ന പലിശ നമുക്ക് 288 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മൾ നോക്കേണ്ട ഇവിടെ 1 കൊല്ലം
അല്ലെങ്കിൽ ഒരു വർഷത്തിന് ശേഷം ലഭിക്കുന്ന പലിശ എന്ത് കണ്ടുപിടിച്ചാൽ മതി? 288നെ 3 കൊണ്ട് ഭാഗിച്ചാൽ മതി. ശരിയല്ലേ പറഞ്ഞത്? അപ്പം ഓർത്തിരിക്കണം, ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞ രണ്ട് കാര്യങ്ങളുള്ളൂ അല്ലേ. 2 വർഷത്തിന് ശേഷം ലഭിക്കുന്ന തുക എന്ന് പറയുന്നത് 1392 രൂപയാണ്. 5 വർഷത്തിന് ശേഷം ലഭിക്കുന്ന തുക എന്ന് വെച്ചാൽ 1680 രൂപയാണ്. അവിടെ ആ ഗ്യാപ്പിലുള്ള 3 വർഷം ലഭിക്കുന്ന പലിശ ഉണ്ട്. 3 വർഷം കൂടി കൂട്ടിയപ്പോഴാണ് നമുക്ക് 1650, 3-ാം വർഷം, 4-ാം വർഷം, 5-ാം വർഷം കൂട്ടിയാണ് നമുക്ക് 288 രൂപ കൂട്ടിയാണ് നമുക്ക് 1680 രൂപ കിട്ടിയത്. അപ്പോൾ അവിടെ ഓരോ വർഷവും ലഭിച്ച പലിശ എടുക്കാൻ എടുക്കണം. അവിടെ ഒരു വർഷത്തിന് ശേഷം ലഭിക്കുന്ന പലിശ അല്ലേ, ഒരു വർഷത്തിന് ശേഷം ലഭിക്കുന്ന പലിശ എന്താണ് വെച്ചാൽ മതി? 288നെ 3 കൊണ്ട് ഭാഗിക്കുക. അപ്പോൾ 288 ഭാഗം 3 എത്ര വരും? നമുക്കറിയാം 22-ൽ 3 അടങ്ങത്തില്ല. 28-ൽ എത്ര വട്ടം 3 അടങ്ങും നോക്കണം അല്ലേ. 9 3 27. സോ 27 വന്നു. 8-ൽ നിന്നും 1 പോയാൽ 8-ൽ നിന്നും 7 പോയാൽ 1, 2-ൽ 2 പോയാൽ 0, 8-നെ ഇറക്കി എഴുതണം. 18-നകത്ത് 3 എത്ര വട്ടം ഉണ്ട്? 6 വട്ടം അല്ലേ. 6 3 18. നമുക്ക് ആൻസർ കിട്ടും ഇവിടെ 96 എന്ന്. അപ്പം ഒരു വർഷത്തിന് ശേഷം ലഭിക്കുന്ന ഒരു പലിശ 96 രൂപ, പിറ്റേ വർഷം 96 രൂപ, അതിൻ്റെ പിറ്റേ വർഷം 96 രൂപ, അങ്ങനെ മൊത്തം 288 രൂപയാണ് 3 വർഷം കൂടിയപ്പോൾ കിട്ടിയത്. ഇനി നോക്കേണ്ട ഇതാണ്, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? പലിശ എവിടെ കണ്ടുപിടിക്കണ്ടോ? എത്ര പലിശയാണ് അല്ലെങ്കിൽ പലിശ നിരക്ക് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്നെ എടുക്കണം നമ്മൾ? നിക്ഷേപിച്ച തുക അല്ലേ. നിക്ഷേപിച്ച തുക നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര എളുപ്പമായിരുന്നു, പക്ഷേ നിക്ഷേപിച്ച തുക ഇടില്ല. അപ്പോൾ നിക്ഷേപിച്ച തുക എങ്ങനെ കണ്ടുപിടിക്കാം? നിക്ഷേപിച്ച തുക അല്ലേ, നിക്ഷേപിച്ച തുക ഈസിക്കൽ ടു 2 വർഷം ശേഷം അല്ലെങ്കിൽ 2 വർഷത്തിന് ശേഷം ലഭിക്കുന്ന തുക മൈനസ് 2 വർഷത്തെ പലിശ നമുക്ക് ചെയ്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യും? 2 വർഷത്തിനു ശേഷം ലഭിക്കുന്ന തുക മൈനസ് എന്ത് ചെയ്താൽ മതി? 2 വർഷത്തെ പലിശ അല്ലേ. 2 വർഷത്തെ പലിശ നമുക്ക് ചെയ്താൽ മതി. അപ്പോൾ 2 വർഷത്തിന് ശേഷം ലഭിക്കുന്ന തുക എത്ര? ഇവിടെ തന്നിട്ടുണ്ട് 1392. അപ്പോൾ 1392 മൈനസ് 2 വർഷത്തെ പലിശ വരുമ്പോൾ, ഒരു വർഷത്തെ പലിശ നമുക്കറിയാം 96 ആണ്. അപ്പോൾ 2 വർഷത്തെ പലിശ വരുമ്പോൾ എത്രയാവും? 96 ഗുണം 2. 6 12 2 ഇഷ്ടം 1. ഓരം 10 18, ഓരം 10 18, 1 19, 192 ഇല്ലേ. 1392-ൽ നിന്നും 192 നമുക്ക് കുറയ്ക്കണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1392 മൈനസ് 192, 0 0, 3-ന് 1 പോയാൽ 2 1, 1700 നമ്മൾ നിക്ഷേപിച്ച തുക. കേട്ടോ, നിക്ഷേപിച്ച തുകയിലേക്ക് എത്തിയത് എങ്ങനെയാണ്? 2 വർഷത്തിന് ശേഷം ലഭിക്കുന്ന തുകയിൽ നിന്ന് 2 വർഷത്തെ പലിശ നമ്മൾ കുറച്ചു. അത് നമുക്ക് ക്വസ്റ്റ്യനിലുണ്ട്. 2 വർഷത്തിന് ശേഷം ലഭിക്കുന്ന തുക എത്രയാണ്? 1392 രൂപയാണ്. അതിനുശേഷം 2 വർഷത്തെ പലിശ നമ്മൾ കുറയ്ക്കുകയാണ്. ഒരു വർഷത്തെ പലിശ കണ്ടുപിടിച്ചു 96 രൂപ. അങ്ങനെയാണെങ്കിൽ 2 വർഷത്തെ പലിശ കണ്ടുപിടിക്കാൻ 96 + 96. കാരണം അത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമുക്ക് ആ ഇൻട്രസ്റ്റ് കൂടി കൂട്ടി വേണം അത് കണ്ടുപിടിക്കാൻ. ഇവിടെ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് 96 ഗുണം 2 കിട്ടിയത്. അപ്പോൾ 96 ഗുണം 2 192 ആണ്. 1392-ൽ നിന്നും 192 കുറച്ചാൽ എത്ര കിട്ടും? 1200 കിട്ടും. ഇനി പലിശ നിരക്ക് അല്ലേ, പലിശ നിരക്ക് കണ്ടുപിടിക്കാണ്ട് പലിശ നിരക്ക് ഈക്വൽ ടു അങ്ങനെ കണ്ടുപിടിക്കാം. പലിശ നിരക്ക് ഈക്വൽ ടു പലിശ ഡിവൈഡഡ് ബൈ മുതൽ ഇൻറ്റു 100. ഇവിടെ പലിശ എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കണം. പലിശ നമുക്ക് തന്നിട്ടുണ്ട് 96 അല്ലേ. നമുക്ക് പലിശ നിരക്ക് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്തറിയാം? 96 പലിശ നിരക്ക് ഈക്വൽ ടു പലിശ ഡിവൈഡ് ബൈ മുതൽ ഇൻറ്റു 100. അപ്പോൾ എത്രയാണ് ഇവിടെ ഉള്ളത്? നമുക്ക് ഒരു വർഷത്തിന് ശേഷം ലഭിക്കുന്ന പലിശ എത്രയാണ്? 96 ഡിവൈഡ് ബൈ മുതൽ എത്രയാണ്? 1200 ഇൻറ്റു 100. അപ്പോൾ എങ്ങനെ വരും? 96,000 9600 ഡിവൈഡ് ബൈ 1200. 0 0 0 0 വെട്ടിക്കളഞ്ഞാൽ 96 ഡിവൈഡ് ബൈ 12. 96-ൽ എത്ര വട്ടം 12 ഉണ്ട്? 96 ഡിവൈഡ് ബൈ 96-നെ 12 കൊണ്ട് ഭാഗിക്കണം. 96-ൽ എത്ര വട്ടം 12 ഉണ്ടെന്ന് നോക്കണം. 12 ഇൻറ്റു 8 നോക്കി. 8 8 8 16 6 ഇഷ്ടം 1, 8 8 1 9. സോ എത്രയാണ് പലിശ നിരക്ക്? 8% ഇവിടെയുള്ള പലിശ നിരക്ക്. ചെയ്ത് മനസ്സിലായത്? നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിയിൽ നമ്മൾ പുറകോട്ട് വന്നാൽ നമുക്കിപ്പോൾ തരുവാണ്. അപ്പോൾ 1200 രൂപ എന്താണ് ബാങ്കിൽ നിക്ഷേപിച്ചാൽ 5 വർഷത്തിന് ശേഷം എത്ര ശതമാനം അല്ലെങ്കിൽ 8% വെച്ച് നമുക്ക് എത്ര ശതമാനം പലിശ കിട്ടുമെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ചെയ്യും. ഇത് നേരെ നമ്മൾ തിരിച്ച് ചെയ്യണം. കാരണം നമുക്ക് തന്നിരിക്കുക എന്താണ്?
2 വർഷം ലഭിക്കുന്ന തുക, അതായത് 1200 രൂപയാണ് നമ്മൾ നിക്ഷേപിച്ച തുക ഈ കണക്ക് വെച്ച് കൂട്ടത്തിൽ 2 വർഷത്തെ പലിശയോട് ചേർത്ത് എത്ര വരും? 2 വർഷത്തെ പലിശ 296 ഗുണം 192 കൂടി ചേർക്കും അല്ലേ? 192 രൂപയുടെ ചേർത്താണ് നമുക്ക് 1392 കിട്ടിയത്. ഇനി 5 വർഷമാണെങ്കിലോ 1200 കൂട്ടത്തിൽ 5 വർഷത്തെ പലിശയായിട്ടുള്ള 96 ഗുണം 5 ചെയ്തുള്ള പലിശ കൂടി കൂട്ടിയാണ് 1680 നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 3 വർഷം ലഭിക്കുന്ന തുക കണ്ടുപിടിക്കണം. അപ്പോൾ 288 കിട്ടും. അവിടെ നമ്മൾ നോക്കി പലിശ തന്നെയാണ് കണ്ടുപിടിക്കാൻ ഈ മൈനസ് ചെയ്ത്, കാരണം 1650 1392 പോയാൽ അവിടെ മുതൽ നമുക്ക് പോയിട്ട് പലിശ മാത്രം അവിടെ കിട്ടും. അപ്പോൾ 1 വർഷം ലഭിക്കുന്ന പലിശ നമുക്ക് കണ്ടുപിടിക്കാണ്ട് 3 വർഷത്തെ 3 വർഷം ലഭിക്കുന്ന പലിശയിൽ നിന്നും 1 വർഷത്തെ പലിശ കണ്ടുപിടിക്കാണ്ട് ഡിവൈഡ് ബൈ 3 ചെയ്യണം. അപ്പോൾ നമുക്ക് 96 കിട്ടും. ഇനി നമ്മൾ നിക്ഷേപിച്ച തുക കണ്ടുപിടിക്കാൻ എടുക്കണം. 2 വർഷം ലഭിക്കുന്ന തുകയിൽ നിന്നും 2 വർഷത്തെ പലിശ നമ്മൾ കുറയ്ക്കണം. അപ്പോൾ 2 വർഷം ലഭിക്കുന്ന തുക എത്രയാണ്? 1392 ക്വസ്റ്റ്യനിലുണ്ട്. അവിടെ 2 വർഷത്തെ പലിശ കണ്ടുപിടിക്കേണ്ട 1 വർഷത്തെ പലിശ നമ്മൾ കണ്ടുപിടിച്ചു 96. സോ 2 വർഷത്തെ പലിശ 192. അപ്പോൾ നമുക്ക് കുറയ്ക്കുമ്പോൾ കിട്ടും 1200 രൂപയാണ് നമ്മളവിടെ ബാങ്കിൽ നിക്ഷേപിച്ചത്. ഇനി അവിടെ പലിശ നിരക്ക് കണ്ടുപിടിക്കാനായിട്ട് പലിശ നിരക്ക് ഇസിക്കൽ പലിശ ഡിവൈഡ് ബൈ മുതൽ ഇൻറ്റു 100. പലിശ നമുക്ക് 96 നമ്മൾ നിക്ഷേപിച്ച മുതൽ 1200 ആണ്. അതിനെ 100 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടും 9600 ഡിവൈഡ് ബൈ 1200. മുകളിൽ 2 0 താഴെ 2 0 വെട്ടിക്കളഞ്ഞാൽ 96 12 8 വട്ടം. അപ്പോൾ ഇവിടെ കിട്ടിയ പലിശ എത്രയാണ്? വെറും 8%. അപ്പോൾ 8% വെച്ച് നമ്മൾ ബാങ്കിൽ 1200 രൂപ നിക്ഷേപിച്ചാൽ നമുക്ക് ഒരു 5 വർഷത്തിന് ശേഷം 1680 രൂപ നമുക്ക് ലഭിക്കും. ഇവിടെ ഇത്രയും കണക്കുകൾ നോക്കിയിട്ട് കാണുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന P = INR by 100 പ്രിൻസിപ്പൽ എമൗണ്ട് എന്താണ് I = PNR by 100 എന്ന് പറഞ്ഞ രീതിയിൽ നിന്നും മാറി നേരെ തിരിച്ച് പ്രിൻസിപ്പൽ എമൗണ്ട് കണ്ടുപിടിച്ച് നമ്മളിവിടെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കേണ്ട ഒരു ക്വസ്റ്റ്യനിലേക്കാണ് വന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചിട്ട് ചെയ്യണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു അതിവർഷത്തിൽ 53 ഞായറാഴ്ചകൾ വരാനുള്ള സാധ്യത എത്രയാണ്? വളരെ ഈസി ആയിട്ട് വേണം കണ്ടുപിടിക്കാം. നമുക്കറിയാം ഒരു അതിവർഷം എന്ന് പറഞ്ഞാൽ എത്ര ദിവസമാണെന്ന് അറിയണം അല്ലേ? ഒരു അതിവർഷം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, നമ്മുടെ ലീപ്പ് ഇയർ എന്ന് പറയും. സാധാരണയായിട്ട് 365 ദിവസമാണ് വരേണ്ടത്. അതിവർഷമാണെങ്കിൽ എത്രയാണ്? 366 അല്ലേ? ഫെബ്രുവരിയിൽ 29 ദിവസം കൂടി വന്ന് ഒരു ദിവസം നമ്മുടെ കലണ്ടറിൽ കൂടും. അപ്പോൾ 365 എന്നുള്ളത് എത്രയായിട്ട് മാറും? 366 മാറും. അപ്പോൾ എത്രയാണ്? ഒരു അതിവർഷത്തിൽ 53 ഞായറാഴ്ചകൾ വരാനുള്ള സാധ്യത എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കി, ഒരു അതിവർഷം അല്ലേ? ഒരു അതിവർഷത്തിൽ എത്ര ദിവസമുണ്ട്? ആകെ ദിവസങ്ങൾ അല്ലേ? ആകെ ദിവസങ്ങൾ ഒരു അതിവർഷത്തിൽ ആകെ ദിവസങ്ങൾ എത്രയാണ്? 366 അല്ലേ? അപ്പോൾ നമുക്കറിയാം എത്ര ഞായറാഴ്ചകൾ വരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ 53 അല്ലേ? 53 ഞായറാഴ്ചകൾ വരാനുള്ള സാധ്യത ചോദിച്ചിരിക്കുന്നത്. 53 ഞായറാഴ്ച വരാനുള്ള സാധ്യതയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 366 ദിവസത്തിൽ എത്ര വട്ടം ഞായറാഴ്ച വരാനുള്ള സാധ്യതയുണ്ടെന്ന് നോക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? ഒരാഴ്ച 7 ദിവസം. അപ്പോൾ 366നെ 7 കൊണ്ട് ഭാഗിക്കണം. അപ്പം നമുക്ക് മുകളിൽ വരുന്നവനാണ് നമുക്ക് കൃത്യം കിട്ടുന്നത്. താഴെ വരുന്ന റിമൈൻഡർ എക്സ്ട്രാ ദിവസമായിരിക്കും. ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കി. 366/7 അല്ലേ? 3-ൻ്റെ അകത്ത് 7 അടങ്ങത്തില്ല. 35-ൻ്റെ അകത്ത് 7 7 35. സോ 35 കിട്ടി. കുറയ്ക്കണം. 6-ൽ നിന്ന് 5 പോയാൽ 1. 6നെ ഇറക്കി എഴുതണം. ഇനി 16-ൽ എത്ര വട്ടം 7 ഉണ്ട്? 7 2 14. സോ 2 വട്ടം അടങ്ങിയാൽ 14. കുറയ്ക്കണം. 6-ൽ നിന്ന് 4 പോയാൽ 2. ഇവിടെ എന്ത് മനസ്സിലായി? 52 ആഴ്ചയിൽ എന്ത് വരും? ഞായറാഴ്ച വരും. കൂടാതെ 2 ദിവസം എക്സ്ട്രാ വരും. അതായത് ഇവിടെ ഉദ്ദേശിക്കുക എന്താണ്? 52 ആഴ്ചകൾ ഇല്ലേ? നമുക്ക് 53 ആഴ്ച വരാനുള്ളതുണ്ട്. 53 എണ്ണ വേണ്ടത്. അപ്പോൾ 52 വരെയായി കണ്ടോ? 52 ആഴ്ചയും ഈ 52 ആഴ്ചയിലും ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി ഇല്ലേ? ഈ 52 ആഴ്ചയിലും ഞായറാഴ്ച ഒബ്വിയസ്ലി കടന്നു വരും. നമുക്ക് വേണ്ടത് ഞായറാഴ്ച വരാനുള്ള സാധ്യതയാണ് ഇല്ലേ? പിന്നെ പോയിട്ട് 2 ദിവസം എക്സ്ട്രാ ആണ്. 52 ആഴ്ചയും 2 ദിവസം എക്സ്ട്രാ ഉള്ളത്. അപ്പം 52 ആഴ്ചകൾ പ്ലസ് 2 ദിവസമാണ് നമുക്ക് എക്സ്ട്രാ ഉള്ളത്. ഇവിടെ 52 ആഴ്ചനെ വിട്ടേക്കുക. നമുക്ക് എന്ത് ചെയ്യണം? ഒരാഴ്ചയിൽ എല്ലാ ദിവസവും കടന്നു വരും. 52 ആഴ്ചയിൽ ഞായറാഴ്ച എന്ന് പറഞ്ഞ ദിവസം ഈ 52 ആഴ്ചയും കടന്നു വരും. അപ്പോൾ 52 ആഴ്ചയും എന്തുണ്ട്? ഞായറാഴ്ചയുണ്ട്. പിന്നെ പോയിട്ടുള്ള 2 ദിവസമാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഈ 2 ദിവസങ്ങളിൽ ഞായറാഴ്ച വരാനുള്ള സാധ്യതകളുള്ള ഏതൊക്കെ ദിവസങ്ങൾ? അതായത് ഞായറാഴ്ചയായിട്ട് 2 ദിവസം അടുപ്പിച്ച് വരാനുള്ള സാധ്യതകൾ ഏതൊക്കെയുള്ളത്? ഒന്ന് ഞായർ തിങ്കളാകാം അല്ലേ?
ഒന്ന് ഞായർ തിങ്കളാകാം. അല്ല എന്നുണ്ടെങ്കിലോ ഒരു പോസിബിലിറ്റി കൂടി ഉണ്ട്. എന്താണ്? ശനി ഞായർ അല്ലേ? ശനി ഞായർ. ഇതല്ലാതെ വേറെ എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ ഈ രണ്ടെണ്ണം വരാനുള്ള സാധ്യത? ഒന്നുകിൽ അത് ഞായർ തിങ്കളായിട്ട് മാറാം, അല്ല എന്നുണ്ടെങ്കിൽ അത് ശനിയും ഞായറുമാകാം. ഈ 2 ദിവസം എക്സ്ട്രാ കിടക്കുന്ന അങ്ങനെയല്ലേ ആകത്തുള്ളൂ. കാരണം നമുക്ക് ഞായറാഴ്ച വരെയുള്ള ടെൻഡൻസി കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്നാ വരും? നമുക്ക് പ്രോബിലിറ്റി വെച്ച് ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ആയിക്കോ എത്ര രണ്ടെണ്ണം ഉള്ളത്? നമുക്ക് 2 പോസിബിലിറ്റി ഉള്ളൂ അല്ലേ? പിന്നെ ഒന്നെങ്കിൽ ഞായർ തിങ്കളാകാം അല്ലെങ്കിൽ ശനി ഞായർ. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ആയിട്ട് നോക്കുകയാണ് 2 എത്ര ദിവസം ഉണ്ട് മൊത്തം? മൊത്തം 7 ദിവസം. സോ 2/7 അവിടെ വരാനുള്ള സാധ്യത എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കണം, നമ്മുടെ ഒരു അധിവർഷത്തിൽ ആകെ ദിവസങ്ങളുടെ എണ്ണം 366. അപ്പോൾ 366നെ 7 കൊണ്ട് ഭാഗിക്കണം. കാരണം 53 ഞായറാഴ്ച അല്ലേ? ക്വസ്റ്റ്യനിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട് 53 ഞായറാഴ്ചയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് കിട്ടി 52 ആഴ്ചയും 2 ദിവസവും കൂടുതലായിട്ട് വരും നമ്മൾ 366നെ 7 കൊണ്ട് ഭാഗിക്കുമ്പോൾ. അപ്പോൾ 52 ആഴ്ചയും 2 ദിവസം വരുമ്പോൾ 52 ആഴ്ചയ്ക്കകത്ത് ഞായറാഴ്ച വരും. അവനെ ഒഴിവാക്കാം, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഉള്ളത് 2 ദിവസം. ഏതൊക്കെയാകാൻ 2 ദിവസം? 2 ദിവസം വരാനുള്ള സാധ്യതകൾ ഏതൊക്കെയാണ്? ഒന്നെങ്കിൽ ഞായർ തിങ്കളെന്ന് 2 ദിവസം വരാം, അല്ലെങ്കിൽ ശനി ഞായർ എന്ന് പറഞ്ഞ് വരാം. ഈ 2 ദിവസം അടുപ്പിച്ച് വന്നാൽ എന്ത് വരത്തുള്ളൂ? ഞായർ എന്ന് പറഞ്ഞേ വരത്തുള്ളൂ. അപ്പോൾ നമ്മുടെ പ്രോബിലിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് 2 ദിവസമാണ് വരാൻ സാധ്യതയുള്ളത്. ഒന്നെങ്കിൽ ഞായർ തിങ്കൾ, അല്ലെങ്കിൽ ശനി ഞായർ. അതിനെ 7 ദിവസത്തിൽ ഈ 2 ദിവസം വരാനുള്ള സാധ്യതകളാണ് ഉള്ളത് കേട്ടോ. ഈ 2 ദിവസം വന്നാൽ മാത്രമേ 53 ഞായറാഴ്ചകൾ വരാനുള്ള ഒരു അധിവർഷത്തിൽ വരാനുള്ള സാധ്യതകൾ ഉള്ളൂ, അല്ല എന്നുണ്ടെങ്കിൽ ഇല്ല കേട്ടോ. ഓർത്തിരിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 3 സംഖ്യകളിൽ രണ്ടാമത്തെ സംഖ്യ ആദ്യത്തെ സംഖ്യയുടെ 2 ഇരട്ടിയും മൂന്നാമത്തെ സംഖ്യയുടെ 3 ഇരട്ടിയുമാണ്. ആ സംഖ്യകളുടെ ശരാശരി 55 ആണെങ്കിൽ അവയിലെ ചെറിയ സംഖ്യ ഏത്? ഇവിടെ എക്സ് ഇട്ട് ചെയ്യുന്നതിൽ എളുപ്പം നമുക്ക് നമ്മുടെ റേഷ്യോ വെച്ച് ചെയ്യുന്നതായിരിക്കും. അതായത് നമുക്ക് 3 സംഖ്യകളുണ്ടെന്ന് നോക്കുക. A:B:C നമ്മൾ ഇന്നലെ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു കണക്ക് ഇതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇവനെ നമുക്ക് ചെയ്ത് മാറ്റാം. കാരണം നമ്മൾ ചെയ്താലും X:Y 3:4, Y:3:5 ആണെങ്കിൽ X:Y:Z എത്ര കണ്ടുപിടിച്ച പോലെ തന്നെ നമുക്ക് 3 സംഖ്യകളിൽ രണ്ടാമത്തെ സംഖ്യ ആദ്യത്തെ സംഖ്യയുടെ 2 ഇരട്ടിയും മൂന്നാമത്തെ സംഖ്യ മൂന്നാമത്തെ സംഖ്യയുടെ 3 ഇരട്ടിയുമാണ്. ആ സംഖ്യകളുടെ ശരാശരി 55 ആണെങ്കിൽ അവയിലെ ചെറിയ സംഖ്യ ഏതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമ്മൾ നോക്കുവാണ്. ഇവിടെ പറഞ്ഞ പോലെ നമുക്ക് എഴുതി നോക്കണ്ട. 3 സംഖ്യകൾ നമുക്കുണ്ട്. അതായത് എയും ബിയും സിയും ഉണ്ട്. അതിൽ രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്നത് ആദ്യത്തെ സംഖ്യയുടെ എന്താണ്? 2 ഇരട്ടിയാണ്. അപ്പോൾ A:B എന്ന് പറയുന്നത് ഓക്കെ, ഇവിടെ രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്നത് ആദ്യത്തെ സംഖ്യയുടെ 2 ഇരട്ടിയാണ്. അപ്പോൾ A:B എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? നമുക്ക് 1:2 ഇല്ലേ? രണ്ടാമത്തെ സംഖ്യ എന്ന് വെച്ചാൽ ആദ്യത്തെ സംഖ്യയുടെ 2 ഇരട്ടിയാണ്. ഇനി മൂന്നാമത്തെ സംഖ്യയുടെ 3 ഇരട്ടിയുമാണ്. കണ്ടോ, 3 സംഖ്യയിൽ രണ്ടാമത്തെ സംഖ്യ ആദ്യത്തെ സംഖ്യയുടെ 2 ഇരട്ടിയും മൂന്നാമത്തെ സംഖ്യയുടെ 3 ഇരട്ടിയുമാണ്. അപ്പോൾ എന്നാ വരും? B:C എന്ന് പറയുമ്പം 3:1 3 ഇരട്ടിയാണ് കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ A:B:C എത്ര കണ്ടുപിടിക്കണം? എന്നെ അടുത്താൽ മതി. അതായത് 1 × 3 ചെയ്താൽ 3 കിട്ടും. ഓക്കെ, 1 × 3 ചെയ്താൽ 3 കിട്ടും. ഓക്കെ, 3 ഇനിയും 3 × 2 ചെയ്യണം. 6:1 × 2 ചെയ്യണം. 2 അല്ല. അപ്പം 3 സംഖ്യകളുടെ A:B:Cയുടെ റേഷ്യോ നമുക്ക് കിട്ടി. എത്രയാണ്? 3:6:2 എന്ന് പറഞ്ഞ് കിട്ടി. ഇനി അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ 3 സംഖ്യകളുടെ ശരാശരി എത്രയാണ്? ശരാശരി എന്ന് പറയുന്നത് ആവറേജ് എന്ന് പറയുന്നത് എത്രയാണ്? 55 ഉണ്ട് അല്ലേ? 3 സംഖ്യകളുടെ ശരാശരി 55 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 3 സംഖ്യകളുടെ തുക അല്ലേ? 3 സംഖ്യകളുടെ ശരാശരിയാണ് 3 സംഖ്യകളുടെ, അതായത് ഈ 3 സംഖ്യകളുടെ ശരാശരിയാണ് എത്ര വന്നത്? 55 വന്നത്. അപ്പോൾ ഇതിൻ്റെ തുക എങ്ങനെ പിടിക്കും? തുക ഈസിക്കൽ ടു 55 × 3 അല്ലേ? തുക കണ്ടുപിടിക്കാനായിട്ട് 3 സംഖ്യകളാണുള്ളത്. സോ 55 × 3. 55 × 3 ചെയ്താൽ 3 15 5 ഇഷ്ടം 3, 3 15 ശിഷ്ടം 1, 3 15 1 16, 165 കിട്ടും തുക. ഇനി എന്താ മതി? നമുക്കറിയാം തുക തന്നത് 165 നമുക്ക് ആകെയുള്ള വാല്യൂ എത്രയുണ്ട്? 6ഉം 2 8ഉം 3 11 ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ ഓക്കെ, ശരാശരി നമുക്ക് കിട്ടി 55. 3 സംഖ്യകളുടെ ശരാശരി കിട്ടി 55. തുക കിട്ടി 55 × 3 165. ഇനി എന്ത് ചെയ്യണം? 165നെ 11 കൊണ്ട് ഭാഗിക്കണം. അതായത് ഏറ്റവും ചെറിയ ഭാഗമല്ലേ 11 എന്ന് പറയും. കാരണം 6ഉം 3 9ഉം 2 11.
165നെ 15 കൊണ്ട് ഭാഗിച്ചാൽ 165 ഡിവൈഡഡ് ബൈ 11 കൊണ്ട് ഭാഗിച്ചാൽ നമുക്ക് എത്ര ഉത്തരം കിട്ടും? 16-നകത്ത് ഒരു വട്ടം 11 കുറച്ചാൽ 6ൽ നിന്ന് 1 പോയാൽ 5, 1 നിന്ന് 1 0, 5 ഇറക്കി എഴുതണം. 55-ൽ എത്ര 11 ഉണ്ട്? 5 ഗുണം 11 55. അപ്പോൾ നമുക്ക് കിട്ടി ഇവിടെ ആൻസർ 15 ആണ് അല്ലേ? 15 ആണ് ഇവിടെ വരേണ്ട യൂണിറ്റ്. അപ്പോൾ നോക്കിയേ, ഇതിൽ ഒരു യൂണിറ്റിൻ്റെ വില അല്ലേ 11 യൂണിറ്റിൻ്റെ വിലയാണ് 15. അതിൽ ഏറ്റവും ചെറിയ യൂണിറ്റ് എത്രയാണ്? 2 യൂണിറ്റാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ 2 കിടക്കുന്നത് ഫ്രാക്ഷൻ അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? 2 ഗുണം 15 ചെയ്താൽ മതി, നമുക്ക് വാല്യൂ കിട്ടും. എത്രയാണ്? 2 ഗുണം 15 ചെയ്താൽ 30 വാല്യൂ കിട്ടും. അപ്പോൾ ഏറ്റവും ചെറിയ സംഖ്യ എത്രയാണ് ഇവിടെ വരേണ്ടത്? 30. ഇവിടെ വരേണ്ടത് എത്രയാണ്? 15 ഗുണം 6 ചെയ്യണം. 15 എത്രയാണ്? 15 ഗുണം 6 90 കിട്ടും. ഇവിടെ വരുമ്പോൾ 15 3 45 കിട്ടും. ഉണ്ടോ? ഇതാണ് 3 സംഖ്യ വരേണ്ടത്. 45 90 30. ഇതിൻ്റെ ശരാശരി ഒന്ന് എടുത്തു നോക്കി. 45 പ്ലസ് 90 പ്ലസ് 30 ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? ശരാശരി 55 കിട്ടും അല്ലേ? അതായത് ഇവിടെ നമുക്ക് 165 ഭാഗം 3 കിട്ടും. 165 ഭാഗം 3 എത്രയാണ്? 55 കണ്ടോ? നമ്മുടെ ക്വസ്റ്റ്യൻ ശരിയായി. അപ്പം ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്? 2 സംഖ്യകളുടെ ശരാശരി നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക. അതിനുശേഷം അതിന് അടുത്ത ശരാശരിയായിട്ട് നമ്മൾ ബന്ധിപ്പിക്കുക. അവിടെ A/B/C 3 സംഖ്യകളുടെ റേഷ്യോ നമ്മൾ കണ്ടുപിടിച്ചു. അവിടുന്ന് നമ്മുടെ 3 സംഖ്യകളുടെ ശരാശരി നമുക്ക് എന്നിട്ടുണ്ട് 55. അതിൻ്റെ തുക കണ്ടുപിടിക്കാനായിട്ട് 55നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് 125 കിട്ടും. ഇനിയും നമ്മുടെ മൊത്തമായിട്ടുള്ള അല്ലേ 3ഉം 6ഉം 2ഉം തമ്മിൽ കൂട്ടി നമുക്ക് 11 കിട്ടും. അപ്പോൾ 165നെ 11 കൊണ്ട് ഭാഗിച്ചാൽ നമുക്ക് 15 കിട്ടും. 15 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി ഇത് ഏറ്റവും ചെറിയ വാല്യൂ 15 ആണ്. അപ്പോൾ 2 വട്ടം 15 കൂട്ടിയാൽ എത്ര കിട്ടും? 30 കിട്ടും. 6 വട്ടം 15 കൂട്ടിയാൽ 90 കിട്ടും. 3 വട്ടം 15 കൂട്ടിയാൽ 45 കിട്ടും. ഈ 3 സംഖ്യകളാണ് നമ്മളോട് ചോദിച്ചാൽ ഈ 3 സംഖ്യകളുടെ വാല്യൂ എത്ര വരും? നമുക്ക് 55 വരും. സോ ഇതാണ് നമ്മുടെ ആൻസറായിട്ട് വരേണ്ടത്. ഓക്കെ, ഈ ഒരു 2 ക്വസ്റ്റ്യനിൽ, അതായത് ഈ പറഞ്ഞ പലിശയുടെ ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ ഈ വന്ന ലാസ്റ്റ് ക്വസ്റ്റ്യനും നമ്മളൊന്ന് തിരിച്ച് റിവേഴ്സ് രീതിയിൽ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. സോ അത് ഇറ്റ്സ് മൈറ്റ് കൺഫ്യൂസിങ് അല്ലേ? അത് 2 ഇച്ചിരി കൺഫ്യൂസിങ് ആണ്. പക്ഷേ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ എളുപ്പമായിരുന്നു അല്ലേ? എപ്പോഴും അങ്ങനെയാണ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലൊരു 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കുറച്ചുകൂടി വരും. നമുക്കറിയില്ല, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ തയ്യാറാക്കുമ്പോൾ ആവറേജ് ക്വസ്റ്റ്യനും എബോ ആവറേജ് ക്വസ്റ്റ്യൻസും ബിലോ ആവറേജ് ക്വസ്റ്റ്യൻസും വരും. അതിലുള്ള എബോ ആവറേജ് ക്വസ്റ്റ്യൻസുള്ളതാണ് ഈ 2 ക്വസ്റ്റ്യൻസ് വന്നത്. അവിടെ 2 മാർക്ക് തന്നെയാണ്. നമ്മൾ എന്ത് പഠിച്ചാലും നമ്മൾ 2 മാർക്ക് ഒരു സബ്ജക്റ്റിൽ നിന്ന് കുറച്ചേ പഠിക്കാവുള്ളൂ കേട്ടോ. എല്ലാം കൂടി പഠിച്ചിട്ട് പോകാന്നുള്ളത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ 2 മാർക്ക് നമ്മളതിന് വേണ്ടി അങ്ങ് വിട്ടേക്കുക. അത് നമുക്ക് അതിലേക്ക് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കണ്ടാൽ നമ്മളതിലേക്ക് കുഴിഞ്ഞു കുത്തി ഇരിക്കരുത്. കാരണം കിട്ടുമെന്നൊരു വാശി നമ്മൾ ഇരിക്കരുത്. കണക്കറിയാം കിട്ടുമെന്നുള്ള വാശിയിലോട്ട് ഇരിക്കരുത്. കാരണം അത് നമ്മളെ സമയം കളയും. കാരണം ആകെ നമ്മൾ ഓടുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമിലാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ കിടന്ന് ഓടിയാൽ നമ്മുടെ സമയം പോകും. ബാക്കിയുള്ള കണക്കുകളോ ബാക്കിയുള്ള സബ്ജക്റ്റുകളോ ചെയ്യാനുള്ള സമയം പോകും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാൽ ജസ്റ്റ് സ്കിപ്പ് ഇറ്റ് കേട്ടോ. അതിനെ അങ്ങ് ഒഴിവാക്കിയിട്ട് ചെയ്യും. പിന്നെ സമയം കിട്ടുവാണെങ്കിൽ മാത്രം വന്നതിൽ ഇരിക്കുക. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് മാറുക എന്നതാണ് യുക്തിപൂർവ്വമായിട്ടുള്ള കാര്യങ്ങൾ. കാരണം 1 മാർക്കിന് വേണ്ടി ഇരുന്നാൽ ബാക്കിയുള്ള എത്ര മാർക്കാണ്? 99 മാർക്ക് നിങ്ങൾ കളയുവാന്ന് ഓർത്തോണം. അപ്പം അങ്ങനെ വരുമ്പോൾ അറിയാൻ മേലാത്തല്ല കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ, കുറച്ച് ആലോചിക്കേണ്ട ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അവനെ അവിടെ ലീവ് ചെയ്യുക. ബാക്കിയുള്ള ക്വസ്റ്റിനെ പറ്റി ആലോചിക്കുക, ഉത്തരത്തിലേക്ക് എത്തുക, അതിനുശേഷം വരിക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻ കൂടി തരാം. ക്വസ്റ്റ്യൻ ഇതാണ്: അടുത്തടുത്ത 2 ഒറ്റ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? പല ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് കണ്ടിട്ടുള്ളതാണ്. അടുത്തടുത്ത 2 ഒറ്റ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 4. നമുക്കറിയാലോ, അടുത്തടുത്ത 2 ഒറ്റ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എത്ര വരും? നമുക്ക് ഒന്നെങ്കിൽ 3ഉം 5ഉം എടുക്കാം, അല്ലെങ്കിൽ 5ഉം 7ഉം എടുക്കാം, അല്ലെങ്കിൽ 7ഉം 9ഉം എടുക്കാം, അല്ലെങ്കിൽ 1ഉം 3ഉം എടുക്കാം അല്ലേ? ഇതെല്ലാം അടുത്തടുത്ത ഒറ്റ സംഖ്യകളാണ്. ഇവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാമല്ലോ. എന്ത് ചെയ്താൽ മതി? രണ്ടാമത്തെ സംഖ്യയിൽ നിന്ന് ആദ്യത്തെ സംഖ്യ കുറച്ചാൽ മതി. നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞ ഭാഗത്തു നിന്ന് വന്നാൽ അല്ലേ? അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ടുള്ള സബ്സ്ട്രാക്ഷൻ എന്ന രീതിയിലാണ് കണ്ടുപിടിക്കുക. 5ൽ നിന്ന് 3 പോയാൽ 2, 7ൽ നിന്ന് 5 പോയാൽ 2, 9ൽ നിന്ന് 7 പോയാൽ 2, 1ൽ നിന്ന് 3 പോയാൽ 2. അപ്പോൾ അടുത്തടുത്ത ഒറ്റ സംഖ്യയുള്ള വ്യത്യാസം എത്രയാണ്? 2 കേട്ടോ. 2ആണ് ഇവിടെ ആൻസറായിട്ട് വരേണ്ടത്. ഇനിയും വേറൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു: ഭാജ്യമോ അഭാജ്യമോ അല്ലാത്ത എണ്ണൽ സംഖ്യ ഏതാണ്? തന്നിരിക്കുന്നവയിൽ ഭാജ്യമോ അഭാജ്യമോ അല്ലാത്ത എണ്ണൽ സംഖ്യ ഏതാണ്? ഓപ്ഷൻ എ 0, ഓപ്ഷൻ സി ഓപ്ഷൻ ബി 1, ഓപ്ഷൻ സി 2, ഓപ്ഷൻ ഡി 5 കേട്ടോ. ഇതൊക്കെ റിപ്പീറ്റഡായിട്ട് മിക്കപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അതായത് പ്രൈമും അല്ല കോമ്പോസിറ്റും അല്ല, ഭാജ്യമോ അഭാജ്യമോ അല്ലാത്ത ഒരു എണ്ണൽ സംഖ്യയുണ്ട്. അതാണ്
1 കേട്ടോ. ഭാജ്യമോ അഭാജ്യമോ അല്ലാത്ത റെണ്ണൽ സംഖ്യയാണ് 1 എന്ന് പറയുന്നത്. ഇനിയും നമ്മുടെ ഭാജ്യസംഖ്യയിലെ ഒരേ ഒരു ഇരട്ടസംഖ്യ ഏതാണ്? അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. ഭാജ്യസംഖ്യയിലെ ഒരേ ഒരു ഇരട്ടസംഖ്യ ഏതാണ്? 2 കേട്ടോ. ഭാജ്യസംഖ്യയിൽ ഒരേ ഒരു ഇരട്ടസംഖ്യയാണ് 2. അത് ഓർത്തിരിക്കണം. നമ്മുടെ പ്രൈം നമ്പേഴ്സിൽ ഒരേ ഒരു ഇരട്ടസംഖ്യയുള്ളൂ. അതാരാണ്? നമ്മുടെ 2 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. താഴെ തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഭിന്നം ഏത്? കേട്ടോ, വലിയ ഭിന്നം കണ്ടുപിടിക്കണം. 1/2 ആണോ, 3/5 ആണോ, 2/3 ആണോ, 1/4 ആണോ? കണ്ടുപിടിച്ചിട്ട് ഉത്തരം പെട്ടെന്ന് പറഞ്ഞു. ഏറ്റവും വലിയ ഭിന്നം കണ്ടുപിടിക്കാൻ നമ്മൾ എളുപ്പ വഴി പഠിച്ചത് അല്ലേ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാം. ഏറ്റവും വലിയ ഭിന്നം കണ്ടുപിടിക്കണം. തന്നിരിക്കുന്നതിൽ ഏറ്റവും വലിയ ഭിന്നം കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ചിട്ട് പെട്ടെന്ന് ആൻസർ ഇട്ടു. എന്നെ എടുത്താൽ മതി. പരസ്പരം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. വലിയ ഉത്തരത്തെ മാറ്റിയിടുക. അടുത്ത ഉത്തരത്തിലേക്ക് പോവുക. ഓക്കെ, കണ്ടുപിടിച്ച് നോക്കി. എന്നാ വരും? 1/2 വന്നോ, 3/5 വന്നോ. നമുക്കിതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. എത്രയാണ്? 1 × 5 5 ആണ്. 3 × 2 6 ആണ്. ഇതിൽ വലുത് 3/5. 3/5നെയും 2/3നെയും തമ്മിൽ ഇക്വേറ്റ് ചെയ്യണം. 3 9, 2 10. അപ്പോൾ ഇവിടെ വലുത് ആരെ കിട്ടി? 2/3 കിട്ടി. ഇനി 2/3നെയും 1/4നെ ഇക്വേറ്റ് ചെയ്യണം. 4 2 8, 1 3 3. അപ്പോൾ വലുത് ആരാണുള്ളത്? 8. സോ 2/3 ആണ് ഇവിടെ വലിയ വാല്യൂ. അപ്പോൾ ചെറിയ വാല്യൂ ആണെങ്കിലോ ഇങ്ങനെ തന്നെ റിവേഴ്സ് ചെയ്യണം. അതായത് ഇപ്പോൾ വലിയ വാല്യൂ നമ്മൾ ഇങ്ങനെ അടിച്ചു, ചെറിയ വാല്യൂ ആണെങ്കിൽ ഇതേപടി. കാരണം നമ്മളിവിടെ വലിയ നമ്പർ എടുത്തെങ്കിൽ അടുത്തതിൻ്റെ അകത്ത് ചെറിയ നമ്പർ എടുത്താൽ മതി. നോക്കിയാൽ ചെറിയ വാല്യൂ ആണ് ചോദിച്ചെങ്കിൽ 1/5 5ആണ്. 3 2 6 ആണ്. അപ്പോൾ ഇവിടെ ചെറിയ വാല്യൂ 1/2, അതിനെ എടുക്കണം. 1/2. അടുത്ത നമ്പർ 2/3 ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം. 1/3 1 3 3 ആണ്. 2 2 4 ആണ്. വീണ്ടും ചെറിയ വാല്യൂ 1/2 ആണ്. 1/2 1/4 ഈക്വേറ്റ് ചെയ്യുമ്പം 1 4 4, 1 2 2. ചെറിയ വാല്യൂ ആരാണ്? 1/4 ആണ്. സോ ഇതിൽ ചെറുത് 1/4 ആണെന്ന് ഓർത്തിരിക്കും കേട്ടോ. വലിയ വാല്യൂവും ചെറിയ വാല്യൂവും മിക്കപ്പോഴും പരിശോധനയുള്ളതാണ്. കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗ്ഗമാണ്. അല്ലാതെ നമ്മൾ ഡെസിമൽ പോയിൻറ്റ്സ് കണ്ടുപിടിക്കില്ല, വളരെ പാടായിരിക്കും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു വൃത്തത്തിലെ ഏറ്റവും വലിയ ഞാൺ ഏതാണ്? ഒരു വൃത്തത്തിലെ ഏറ്റവും വലിയ ഞാൺ ഏതാണ്? ഒരു വൃത്തത്തിലെ ഏറ്റവും വലിയ ഞാൺ ഏതാണ്? ആരമാണോ? ഓക്കെ, ആരമാണോ, അതോ വൃത്ത പരിധിയാണോ, അതോ വ്യാസമാണോ, അതോ വൃത്തമാണോ? ഓക്കെ, ABCD. ഓക്കെ, ABCD. ഓക്കെ, ഒരു വൃത്തത്തിലെ ഏറ്റവും വലിയ ഞാൺ അല്ലെങ്കിൽ ഏറ്റവും നീളം കൂടിയ ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരമാണോ, വൃത്തപരിധിയാണോ, അതോ വ്യാസമാണോ, വൃത്തമാണോ? നമുക്ക് ഓർക്കാം, ആരം എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്. വൃത്തപരിധി എന്ന് വെച്ചാൽ ആ വൃത്തം നിൽക്കുന്ന അകത്തുള്ള സംഭവമാണ്. അത് വൃത്തം എത്രമാത്രം പരിധി നിൽക്കുന്ന. വ്യാസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡയമീറ്ററാണ്. അടുത്ത വൃത്തം, ആ വൃത്തം വരയ്ക്കുന്ന മൊത്തം. നമ്മളോട് ചോദിച്ചത് എന്താണ്? ഏറ്റവും വലിയ ഞാൺ, നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഞാൺ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? നമ്മുടെ വ്യാസം അല്ലേ? വ്യാസമാണ് ഏറ്റവും വലിയ എന്താണ്? ഏറ്റവും വലിയ ഞാണെന്ന് പറയുന്നത്. അതായത് വ്യാസം എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഉണ്ടോ. ഇതൊരു വൃത്തമാണെങ്കിൽ ഇതിൻ്റെ ഇങ്ങനെ നടുക്കൂടി കടന്നു പോകുന്ന ഈ ഡയമീറ്റർ എന്ന് പറയുന്ന പേരാണ് എന്ത്? വ്യാസം എന്ന് പറയുന്നത്. ഈ ഡയമീറ്ററിന് നേർ പകുതിയായിരിക്കും ആരം വരുന്നത് കേട്ടോ. ആരം വരുന്നത്, അതായത് റേഡിയസ് വരുന്നത്. അപ്പം ഡയമീറ്റർ = R/2 എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ റേഡിയസ് = diameter/2 കേട്ടോ. സോറി, റേഡിയസ് എന്താണ്? ഡയമീറ്ററിൻ്റെ നേരെ പകുതിയായിരിക്കും. ഡയമീറ്റർ = 2R കേട്ടോ. ഡയമീറ്റർ എന്ന് വെച്ചാൽ റേഡിയസിൻ്റെ 2 ഇരട്ടിയും റേഡിയസ് എന്ന് പറഞ്ഞാൽ ഡയമീറ്ററിൻ്റെ പകുതിയുമാണെന്ന് ഓർത്തിരിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു കുട്ടി സെക്കൻഡിൽ 5 മീറ്റർ എന്ന തോതിൽ സൈക്കിൾ ചവിട്ടുന്നു എങ്കിൽ സൈക്കിളിൻ്റെ വേഗം എത്ര? ഒരു കുട്ടി ഒരു സെക്കൻഡിൽ കേട്ടോ, ഒരു സെക്കൻഡിൽ 5 മീറ്റർ എന്ന തോതിൽ സൈക്കിൾ ചവിട്ടുന്നു എങ്കിൽ സൈക്കിളിൻ്റെ വേഗത എത്ര? ഓപ്ഷൻ എ ഇതാണ്, 24 km/h. ഓപ്ഷൻ നോക്കി വേണം ഉത്തരത്തിലേക്ക് പോകാം കേട്ടോ. ഓപ്ഷൻ ബി ഇതാണ്, 30 km/h. ഓപ്ഷൻ സി ഇതാണ്, 20 km/h. ഓപ്ഷൻ ഡി ഇതാണ്, 18 km/h. ഓക്കെ, എന്താണ്? ഒരു സെക്കൻഡിൽ 5 മീറ്റർ എന്ന തോതിലാണ് സൈക്കിൾ ഓട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ സൈക്കിളിൻ്റെ വേഗം എത്ര കണ്ടുപിടിക്കണം. 24 km/h ആണോ, 30 km/h ആണോ, 20 km/h ആണോ, അതോ 18 km/h ആണോ?
ഇവിടെ നോക്കി, ഇവിടെ തന്നിരിക്കുന്നത് എത്രയാണ്? മീറ്ററിൽ തന്നിരിക്കുന്നത് അല്ലേ. നമുക്ക് വേണ്ടത് എങ്ങോട്ടാ? കിലോമീറ്റർ പെർ അവറിലോട്ട്. അപ്പോൾ മീറ്ററിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ എടുക്കണം 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്നെ വരും 5 മീറ്ററാണ്. 5 മീറ്ററിനെ നമ്മൾ കിലോമീറ്റർ ആക്കാൻ എന്ത് ചെയ്യണം? 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്നെ വരും മുകളിൽ 5 താഴെ 5 വെട്ടിപ്പോയാൽ ബാക്കി എത്രയേ ഉള്ളൂ? 18 കിലോമീറ്റർ പെർ കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കണം, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ എന്താണ് 5 മീറ്ററിനെ നമ്മൾ കിലോമീറ്റർ പെർ അവറിലാക്കാൻ, മീറ്റർ പെർ സെക്കൻഡ് ഇവിടെ പറയുന്നത് കേട്ടോ, മീറ്റർ പെർ സെക്കൻഡിനെ നമ്മൾ കിലോമീറ്റർ പെർ ആക്കാൻ 18/5 കൊണ്ട് ഭാഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ തന്നിരിക്കുന്നത് 5 ആണ്. 5 മീറ്ററിനെ നമ്മൾ കിലോമീറ്റർ പെർ അവറിലാക്കാൻ 5 × 18/5, മുകളിൽ 5 താഴെ 5 വെട്ടിപ്പോയാൽ 15 കിലോമീറ്റർ പെർ അവർ കിട്ടും. ഇനിയും കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ എടുക്കണം 5/18 കൊണ്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ കേട്ടോ. നേരെ തിരിച്ചും മറിച്ചും. അതായത് ഓർത്തിരിക്കണം, മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ ഹവർ ആക്കാനായിട്ട് 18/5 കൊണ്ടും കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം വലിയ നമ്പർ ആക്കാനായിട്ട് ഇവിടെ കണ്ടോ, വലിയ ആൾ 18നെ മുകളിലിടണം, ചെറിയ നമ്പർ ആക്കാനായിട്ട് 5നെ നേരെ മുകളിലിടണമെന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അങ്ങനെയുള്ള ട്രിക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളോട് ചോദിക്കും. സോ അതൊക്കെ ഓർത്തിരിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 85 രൂപ വിലയുള്ളൊരു പാത്രം 10% ലാഭം കിട്ടാൻ എത്ര രൂപയ്ക്ക് വിൽക്കണം? ഒന്നും ചെയ്തു നോക്കാതെ വേണേൽ കണ്ടുപിടിക്കുക അല്ലേ. 85 രൂപ വിലയുള്ള ഒരു പാത്രം കേട്ടോ, വിലയുള്ള ഒരു പാത്രം 10% ലാഭം കിട്ടാൻ എത്ര രൂപയ്ക്ക് വിൽക്കണം? ഓക്കെ, വിൽക്കണം കേട്ടോ, വിൽക്കണം. ഓക്കെ, ഓപ്ഷൻ ഉണ്ട് 87 രൂപ 50 പൈസ. ഓപ്ഷൻ ബി ഇതാണ് 92 രൂപ 50 പൈസ. ഓപ്ഷൻ സി ഇതാണ് 93 രൂപ 50 പൈസ. ഓപ്ഷൻ ഡി ഇതാണ് 96 രൂപ 50 പൈസ. ഓക്കെ, സിമ്പിളായിട്ട് ചിന്തിച്ച് നോക്കി. നമ്മുടെ കയ്യിൽ 85 രൂപയുടെ ഒരു പാത്രമുണ്ട്. ആ പാത്രം നമുക്ക് 10% ലാഭത്തിന് വിൽക്കണം. അങ്ങനെയാണെങ്കിൽ ഈ പാത്രം എത്ര രൂപയ്ക്ക് വിറ്റാൽ നമുക്ക് 10% ലാഭം കിട്ടുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നോക്കി, 85 രൂപയുടെ പാത്രം നമ്മൾ ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ 85ൻ്റെ 10% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 85ൻ്റെ 10% വെച്ചാൽ എത്രയാണ്? 85ൻ്റെ 10%? 100ൻ്റെ 10% എത്രയാണ്? 10 അല്ലേ. 70ൻ്റെ 10% എത്രയാണ്? 7. ശരിയല്ലേ. അങ്ങനെയാണ് 80ൻ്റെ 10% എത്രയാണ്? 8. അപ്പോൾ 85ൻ്റെ 10% എത്രയാണ്? 8.5. ശരിയല്ലേ. അപ്പോൾ ഓർത്തിരിക്കണം, 10% കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഏതിൻ്റെ 10% എടുക്കണം? ഇപ്പോൾ 150ൻ്റെ 10% ചോദിച്ചാൽ 15, 200ൻ്റെ 10% ചോദിച്ചാൽ 20, 300ൻ്റെ 10% ചോദിച്ചാൽ 30. കണ്ടോ, ഏതിനാണ് 10% ചോദിക്കുക? എളുപ്പമാണ്. നമ്മളെല്ലാ ഡയറക്റ്റ് രീതിയിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 85ൻ്റെ 10% ചോദിച്ചാൽ എടുക്കണം 8.5 ആണ് 85ൻ്റെ 10%. അപ്പം 85ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 8.5 ആണ്. അപ്പോൾ ആകെയുള്ള വില നമുക്കിപ്പോൾ 85 ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ 8.5 കൂട്ടിയാൽ മതി. 85ൻ്റെ കൂട്ടത്തിൽ 8.5 കൂട്ടിയാൽ എത്ര കിട്ടും? 85 90 93.5, അതായത് 93 രൂപ 50 പൈസയ്ക്ക് നമ്മൾ ഈ പാത്രം വിറ്റാൽ നമുക്ക് 10% ലാഭം കിട്ടും. കണ്ടോ, വളരെ എളുപ്പം. ക്വസ്റ്റ്യൻ പേപ്പറിൽ തെരുതരെ ചോദിക്കുന്നത് ഇങ്ങനത്തെ 10%ൻ്റെയും 20%ൻ്റെയും 15%ൻ്റെ കണക്ക് നമ്മൾ ചോദിക്കുന്നത്. അപ്പം നമ്മൾ സാധാരണയായിട്ട് എന്താണ് ചെയ്ത് നോക്കുക, അത് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ടൈം സേവ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു സംഖ്യ ഉണ്ടെങ്കിൽ അതിൻ്റെ 10% കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിനെ നേരെ ഇപ്പം 80ൻ്റെ 10% 8, 90ൻ്റെ 10% 9, 95ൻ്റെ 10% ആണെങ്കിൽ 9.5, 75നാണെങ്കിൽ 7.5, 65 6.5 എന്നിങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ഓർത്തിരിക്കണം, 85 രൂപയുടെ പാത്രം 10% ലാഭമാണെങ്കിൽ അതിൻ്റെ 10% കണ്ടുപിടിക്കാം. 85ന് 10% 8.5 ആണ്. 85ന് കൂട്ടത്തിൽ 8.5 കൂട്ടിയാൽ നമുക്ക് കിട്ടും 93 രൂപ 50 പൈസയാണ് നമ്മൾ ആ പാത്രം കൊടുക്കേണ്ട വില. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് 8 ഇഷ്ടികയുടെ വില കേട്ടോ. നോക്കിയിട്ട് വേണം പോകാൻ. 8 ഇഷ്ടികയുടെ വില 8 ഇഷ്ടികയുടെ വില ഓക്കെ, 8 ഇഷ്ടികയുടെ വില 20.4 കിലോഗ്രാം. ഇഷ്ടികയില വിലയില്ല കേട്ടോ, 8 ഇഷ്ടികയുടെ ഭാരം കേട്ടോ, വിലയല്ല ഭാരം. 8 ഇഷ്ടികയുടെ ഭാരം 20.4 കിലോഗ്രാം ആണെങ്കിൽ 5 ഇഷ്ടികയുടെ ഭാരം എത്ര? ഇഷ്ടികയുടെ ഭാരം എത്ര?
ഓക്കെ, 8 ഇഷ്ടികയുടെ ഭാരം തന്നിട്ടുണ്ട് 20.4 കിലോഗ്രാം. അങ്ങനെയാണെങ്കിൽ 5 ഇഷ്ടികയുടെ ഭാരം കണ്ടുപിടിക്കണം. ഓപ്ഷൻ തരാം. ഓപ്ഷൻ ഇതൊക്കെയാണ്. ഓപ്ഷൻ എ 11 കിലോഗ്രാം, ഓപ്ഷൻ ബി 12.75 കിലോഗ്രാം, ഓപ്ഷൻ സി 14.25 കിലോഗ്രാം, ഓപ്ഷൻ ഡി 7.5 കിലോഗ്രാം. ഓക്കെ, ഏതാണ് ഉത്തരം വരേണ്ടത്? 8 ഇഷ്ടികയുടെ ഭാരം നമുക്ക് തന്നിട്ടുണ്ട് 20.4. അങ്ങനെയാണ് 5 ഇഷ്ടികയുടെ ഭാരം കണ്ടുപിടിക്കണം. എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, കണ്ടുപിടിച്ചു. എന്ത് ചെയ്താൽ മതി? ഡെസിമൽ പോയിൻറ്റ്സ് മാറ്റി നമുക്ക് ദശാംശ വാല്യൂസിൻ്റെ നമ്പർ അറിയാവോ ഇല്ലയോ എന്നറിയാനുള്ള ക്വസ്റ്റ്യനാണിത് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യം നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഡെസിമലിൻ്റെ ചോദ്യം എന്നാണെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചോദിക്കും കേട്ടോ. ഉറപ്പായിട്ടും ചോദിക്കും. സാധ്യതകൾ വളരെ 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 കൂടുതലാണ്. സോ എങ്ങനെ നമ്മൾ ചെയ്യും നോക്കി. 8 ഇഷ്ടികയുടെ വില 20.4 കിലോഗ്രാമാണെന്ന് വെക്കുക. അപ്പം ഒരു ഇഷ്ടികയുടെ ഭാരം നമുക്ക് കണ്ടുപിടിക്കണം. ഒരു ഇഷ്ടികയുടെ ഭാരം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ ഡെസിമൽ പ്ലേസ് മാറി 20.4 എന്ന് പറഞ്ഞാൽ 204നെ 8 കൊണ്ട് ഭാഗിക്കാം. 204നെ 8 കൊണ്ട് ഭാഗിച്ചാൽ എത്ര കിട്ടും? 204നെ 8 കൊണ്ട് ഭാഗിച്ച് നോക്കി. 8 ഇഷ്ടികയുടെ ഭാരമാണ് 20.4 കിലോഗ്രാം. അങ്ങനെയാണെങ്കിൽ ഒരു ഇഷ്ടികയുടെ ഭാരം കണ്ടുപിടിക്കാൻ എന്നെ എടുത്താൽ മതി? 20.4 എന്ന് പറയുന്നതിനെ 204 എടുക്കുക, ഭാഗം 8 ചെയ്യുക ഇല്ലേ? 204 ഭാഗം 8 എന്ന് പറയുമ്പം നമുക്ക് എത്ര കിട്ടും? നമുക്ക് മനസ്സിലാവും 20ൻ്റെ അകത്ത് 8 എത്ര വട്ടമുണ്ട്? ഒരട്ടെട്ട് 8 16, 2 വട്ടം അടങ്ങിയാൽ 16. കുറയ്ക്കണം. എത്രയാണ്? 20ൽ നിന്ന് 6 പോയാൽ 4, 4നെ ഇറക്കി എഴുതാം ഇല്ലേ? ഇവിടെ 5 വന്നു. എത്ര കിട്ടേണ്ടത്? നമുക്ക് I8 40 അല്ലേ? I8 40. സോ നമുക്കിവിടെ 40 കിട്ടി. ഡിവിഷൻ കൊടുക്കണം. 44ൽ നിന്ന് 40 പോയാൽ 4 കിട്ടും. ഇവിടെ ഒരു പോയിൻ്റ് കൊടുക്കണം, 0 കിട്ടി. ഇവിടെ നമുക്ക് 25.5 കിട്ടി. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ അകത്ത് എത്ര ഡെസിമൽ ഉണ്ട്? 1 ഡെസിമൽ ഉണ്ട്. സോ നമുക്ക് 1 കിലോയുടെ ഭാരം കിട്ടും 2.55 കിലോഗ്രാം. കാരണം ഒരു ഇഷ്ടികയുടെ ഭാരം എത്ര വരും? 2.55 കിലോഗ്രാം. മിക്കപ്പോഴും 25.5 എന്ന് എഴുതാൻ സാധ്യതയുണ്ട്. എഴുതരുത്, തെറ്റാണ്. കാരണം എന്താണ്? നമ്മൾ ഓൾറെഡി ഡെസിമൽ പ്ലേസ് മാറ്റി ചെയ്തപ്പോൾ നമുക്ക് 25.5 കിട്ടിയത്. വീണ്ടും കണ്ടോ, ക്വസ്റ്റ്യൻ്റെ അകത്തൊരു 20.4 ഒരു ഡെസിമൽ മാറ്റമുണ്ട്. സോ ക്വസ്റ്റ്യനിൽ ഒരു ഡെസിമൽ കൂടി ഇപ്പറേ വരണം. നമുക്ക് ഒരു ഇഷ്ടികയുടെ ഭാരം എത്രയാണ്? 2.55 കിലോഗ്രാം. ഇതിനെ നമ്മൾ എന്തുകൊണ്ട് ഗുണിക്കണം? 5 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ നോക്കി, 2.55 ഇൻറ്റു 5 ഇല്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലായി. 5 ഡെസിമൽ മാറ്റിയിട്ട് ചെയ്തു. 255 ഇൻറ്റു 5 ചെയ്യണം. എത്ര കിട്ടും? 5 5 25, 5 ഇഷ്ടം 2. 5 5 25, 2 27, 7 ഇഷ്ടം 2. 5 5 7 10, 2 12. 1275 കിട്ടും അല്ലേ? 1275 കിട്ടും. ഇനിയും എത്ര ഡെസിമൽ പ്ലേസ് നമ്മൾ മാറ്റി കുത്തണം? ഉണ്ട്. ഇവിടെ എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട്? 2 എണ്ണം. സോ 1 2 എണ്ണം മാറ്റിയാൽ 12.75 കിലോഗ്രാമാണ് നമ്മുടെ 5 എന്തിൻ്റെ ഭാരം? ഇഷ്ടികയുടെ ഭാരം. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ ഉണ്ട്. കണ്ടോ, ഡെസിമൽ വാല്യൂ അറിയാവോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന കണക്കാണിത്. എപ്പോഴും നമ്മളെ കുഴപ്പിക്കുന്ന ഒരു ടൈപ്പുള്ള കണക്കോ കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് വേണം പോകാൻ. സാധാരണ നമ്മൾ 25.5 ഇട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് 200 എന്ന് പറഞ്ഞ വാല്യൂയിലേക്ക് നമ്മൾ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ കാണിക്കരുത്. അടുത്തൊരു ക്വസ്റ്റ്യൻ കൊണ്ട് നിർത്താം. നോക്കിയേ, -3 ഇൻറ്റു 4 ഇൻറ്റു 5 ഇൻറ്റു -8 എത്രയാണ്? കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിലുണ്ടായിരുന്ന -3 ഇൻറ്റു 4 ഇൻറ്റു 5 ഇൻറ്റു -8 എത്രയാണ്? എല്ലാ ഇൻറ്റു തന്നെയുള്ളൂ കേട്ടോ. ഓപ്ഷൻ തരാം. ഓപ്ഷൻ എ -480, ഓപ്ഷൻ ബി 480, ഓപ്ഷൻ സി 240, ഓപ്ഷൻ ഡി -240. എങ്ങനെ കണ്ടുപിടിക്കും? സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. പോസിറ്റീവ് ആയിട്ടുള്ള കണ്ടുപിടിച്ചേ. I4 എത്രയാണ്? -3 ഇൻറ്റു 4 5 20 അല്ലേ? 20 ഇൻറ്റു -8. ഇനി നോക്കിയേ, 2 മൈനസ് തമ്മിൽ മൾട്ടിപ്ലൈ ആണ്. മൈനസ് ഇൻറ്റു മൈനസ് എത്രയാണ്? പ്ലസ് ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? 8നെയും 3നെയും ഗുണിക്കുക, വാല്യൂ പോസിറ്റീവ് ആക്കുക. അപ്പോൾ 3 24. അപ്പോൾ 24 ഗുണം 20 ചെയ്യുക. ശരിയല്ലേ പറഞ്ഞത്? അപ്പോൾ നമുക്ക് മനസ്സിലാവും 24 ഗുണം 20 വെച്ചാൽ 24 ഗുണം 2 എത്രയാണ്? 48 കൂട്ടത്തിൽ ഒരു 0 കൊടുത്താൽ 480. ഒരിക്കലും നെഗറ്റീവ് വാല്യൂയിലേക്ക് പോലെ. കാരണം മൈനസ് ഇൻറ്റു മൈനസ് എത്രയാണ്? പ്ലസ് ആണെന്ന് പറയും. കണ്ടോ, ഈ മൈനസിനെ -3നെ -8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ട വാല്യൂ പോസിറ്റീവ് വാല്യൂ ആണ്. സോ 8 ഗുണം 3 ചെയ്യുക, ആ വാല്യൂവിനെ പോസിറ്റീവ് ആക്കി എടുക്കുക. 3 24 നേരത്തെ കിട്ടിയ 5 ഗുണം 4 20 എന്നതിനെയും
3 24 എന്നതിനെ 20 ഗുണം 24 ചെയ്ത് നമ്മൾ ഉത്തരത്തിലേക്ക് എത്തുക. 480 എന്ന് പറഞ്ഞാൽ ഉത്തരത്തിലേക്ക് എത്തുക കേട്ടോ. അപ്പോൾ ഇത് മറക്കരുത്, ഓർത്തിരിക്കണം. ആ ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞ ഭാഗത്തു നിന്നാണ് അത്രയും കണക്കുകൾ ഓർത്തിരിക്കണം കേട്ടോ. യെസ്, അങ്ങനെയാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് വൈകിട്ടത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത്. കെമിസ്ട്രി കുറച്ച് പറയാനുണ്ട്. അതായത് നമ്മുടെ ഇന്നലെ ക്വസ്റ്റ്യൻ പറയുന്നത് നോമൻക്ലേച്ചർ ഉണ്ടായിരുന്നു. നോമൻക്ലേച്ചർ പേരിടുന്നത് ഉണ്ടായിരുന്നു. പേരിടുന്നത് ഉണ്ടായിരുന്നു. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ നമുക്കങ്ങനെ പേരിടുന്നതും പിന്നെ SPDFൻ്റെ ഷെല്ലും കേട്ടോ. SPDFും അതുപോലെ തന്നെ നോമൻക്ലേച്ചറും കേട്ടോ. നോമൻക്ലേച്ചറും നമുക്ക് വൈകിട്ടത്തെ ക്ലാസ്സിൽ നോക്കാം കേട്ടോ. സോ മാക്സിമം കാരണം മഴയായതായിട്ടാണ് പ്രശ്നം കേട്ടോ. മഴയാണ് പ്രശ്നം. നിങ്ങളവിടെയൊക്കെ ഉണ്ടോ മഴ?